ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറിന്റെ ഉദ്ദേശം വേറെയാണെന്ന് പറഞ്ഞ് എനിക്ക് IGക്കോ DGPക്കോ പരാതി കൊടുക്കേണ്ടി വരും. IAS ആണെങ്കിലും IPS ആണെങ്കിലും ഞാൻ അഴി എണ്ണിക്കും. ഇനി എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ബുദ്ധിമുട്ടിച്ചാ അത് സാറിന് വലിയ ബുദ്ധിമുട്ടാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛന് നല്ല പേടിയുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ മാണിക്കോത്തെ സൽപ്പേരും കുടുംബമൊക്കെ തകരുമെന്ന് ഓർത്തിട്ടൊന്നുമല്ല. എടാ, ഒരു തെറ്റും ചെയ്യാതെ നീ അകത്തു പോകുന്ന ഓർക്കുമ്പോഴാ. മോനെ ശിവ, ഈ ലോകം വളരെ വലുതാ. അത് കണ്ടു മടുത്തവനാ ഞാൻ. നീ കണ്ടു തുടങ്ങുന്നവനും. മുന്നിലെ കല്ലും മുള്ളും ചവിട്ടാതെ പോവാൻ എനിക്കറിയാം. പക്ഷേ നീ അതിൽ ചവിട്ടിപ്പോകുന്ന പ്രായവാ. നീ ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റൂ. നിന്നെ പൂട്ടാനുള്ളൊരു പൂട്ട് അവിടെ യോഹന്നാൻ തയ്യാറാക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ എനിക്ക് എന്റെ പൂട്ടിട്ട് അവനെയും അവന്റെ മോനെയും പൂട്ടണം. അതിന് നീ എന്റെ കൂടെ വരിക തന്നെ വേണം. വന്നേ പറ്റൂ. എന്താ സാറേ ഈ രാത്രിയില്? നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഒരു ചെറിയ വിവരം കിട്ടി. അതൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. സർ, ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. വിഷ്ണു എന്റെ സുഹൃത്തായിരുന്നു എന്നതിന്റെ പേരിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അന്നും ഇന്നും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവനെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഇനി എന്നെ ദ്രോഹിക്കരുത്. കാരണം അതിനും മാത്രം ഇല്ലാ കഥകൾ ഞാൻ കേട്ടു. ആണിനും പെണ്ണിനും ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് സൗഹൃദം പങ്കിടാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തന്നെയാ ഞാനും ജീവിക്കുന്നത്. അതിൽ മറ്റൊരർത്ഥം കണ്ടെത്തി സൗഹൃദത്തെ ഇങ്ങനെ വില കുറച്ച് കാണിക്കുന്നവർക്ക് എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലാവുകയില്ല. അവനെ കാണും, വല്ലപ്പോഴും സംസാരിക്കും. അതല്ലാതെ മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. അങ്ങനെ അല്ലാന്ന് ഉറപ്പിച്ച് പറയുമ്പോ നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. വിഷ്ണു ഇപ്പോ ഈ ഭൂമിയിലില്ല. വിഷ്ണുവിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയത് മധുരയിലെ ഒരു നദീതീരത്താ. എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നത് വിഷ്ണുവിന്റെ ബാല്യകാല കളിക്കൂട്ടുകാരി രേഷ്മയും. ഇതെനിക്കൊരു പുതിയ അറിവാണല്ലോ. ഞങ്ങൾക്ക് ഈ പുതിയ അറിവ് പകർന്നു തന്നത് മധുരയിലെ ഹോസ്പിറ്റലിലെ ഒരു ആംബുലൻസ് ഡ്രൈവറാ. ചെയ്തതും ചെയ്യിച്ചതുമായ കാര്യങ്ങൾ ഓർമ്മയിലോട്ട് വരാൻ ഞാൻ അവനെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകണോ? ഇവനെ അറിയോ? ആംബുലൻസ് ഡ്രൈവർ ആയതിന്റെ പേരിൽ ഒരുപാട് അനാഥ ശവങ്ങൾ ഇവന്റെ സഹായത്താൽ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് ഇവൻ പറയുന്നത്. അതില് ഒരു ബോഡി വിഷ്ണുവിന്റേതാണെന്നും. ഇവൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എനിക്കറിയില്ല ഇയാളെ. പിന്നെ നിങ്ങളെ ഉണ്ടാക്കി പറയുന്ന കഥയും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് വിഷ്ണുവിന്റെ ബോഡി ദഹിപ്പിക്കാൻ കൊണ്ടുവന്നത് ഈ സ്ത്രീയായിരുന്നു. പറയടാ, അന്ന് നീ കണ്ടത് ഈ സ്ത്രീയെ തന്നെയായിരുന്നില്ലേ? സാർ, അത് മുഖം മൂടിയിരുന്നതിനാല്
മുഖം ശരിയാ പാക്കലേ സാർ. നീ ഒന്ന് ശരിക്കും നോക്കടാ. മുഖം ഞാമ്പക പണ്ണ മുടിയല്ലേ സാർ. എടോ, അന്ന് ആ ബോഡിയോടൊപ്പം ഉണ്ടായിരുന്നത് ഈ പെണ്ണാ. നീ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കിയേ. ഇതിപ്പോ ഞാനാണ് അവിടെ വന്നതെന്ന് ഉറപ്പിക്കേണ്ടത് സാറിന്റെ ഉത്തരവാദിത്വം ആയതുപോലെ ഉണ്ടല്ലോ സാറേ. എന്നെ ഇതിൽ പെടുത്തിക്കളയാൻ സാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. എനിക്ക് ഉറപ്പുണ്ട് കൂടെ ഉണ്ടായിരുന്നത് നീ തന്നെയാണ്. എന്നിട്ടും സാറിന്റെ അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചയായതെന്ന് സാർ സമ്മതിച്ചു തരില്ലല്ലേ? ഇതെല്ലാ പോലീസുകാരുടെയും കുഴപ്പമോ സാറേ? അവരന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് മഹത്തരം എന്ന് അവര് വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ നോക്കുകയും ചെയ്യും. കഷ്ടം. പാവം പിടിച്ച എനിക്കാ ഇപ്പൊ കിടക്കപ്പുറതി ഇല്ലാത്തത്. സാർ ഈ കേസിൽ തോക്കാതിരിക്കാൻ വേണ്ടി എന്നെ പെടുത്തി അടങ്ങൂന്നും പറഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയല്ലേ? സാറേ, എന്റെ അച്ഛനൊരു രോഗിയാ. ഏത് സമയം ആശുപത്രിയും വീടുമായിട്ട് കഴിയുന്ന ഒരാള്. ദേ, ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഇനി ഈ വിഷ്ണുവിന്റെ പേരും പറഞ്ഞ് രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ കേസിന്റെ കാര്യവും പറഞ്ഞ് സാർ ഇവിടെ കേറി ഇറങ്ങി നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ സാറിന്റെ ഉദ്ദേശം വേറെയാണെന്നും പറഞ്ഞ് എനിക്ക് IGക്കോ DGPക്കോ പരാതി കൊടുക്കേണ്ടി വരും. IAS ആണെങ്കിലും IPS ആണെങ്കിലും ഞാൻ അഴി എണ്ണിക്കും. ഇനി എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ബുദ്ധിമുട്ടിച്ചാ അത് സാറിന് വലിയ ബുദ്ധിമുട്ടാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. പാതിരാത്രിക്കാ തെളിവെടുപ്പും കൊണ്ടുവരുന്നത്. ഞാൻ വാതിലടയ്ക്ക. വാ. തോറ്റ് ജീവിതം അവസാനിപ്പിക്കാനാണോടി ഞാൻ നിന്നെ ഇത്രയും വളർത്തിയെടുത്തത്? നീ ഈ യോഹന്നാന്റെ പയ്യൻ. ശിവ, ഈ നിമിഷം നീ അവളെ കെട്ടണം.